നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ NCDC. അമ്മയ്ക്കു നേരെ അതിക്രമം. DGP ഓഫീസിന് മുന്നിൽ സമരത്തിനെത്തിയ ജിഷ്ണു പ്രണയുടെ അമ്മയ്ക്ക് നേരെ പോലീസ് അതിക്രമം. അമ്മ മഹിജയെ പോലീസ് റോഡിൽ വലിച്ചിഴച്ചു. ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത കുടുംബാംഗങ്ങളെ പിന്നീട് AR ക്യാമ്പിലേക്ക് മാറ്റി. DGP ഓഫീസിന് മുന്നിൽ നാടകീയ രംഗങ്ങൾ, തലസ്ഥാനത്ത് സംഘർഷം. ജിഷ്ണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ നെഹ്റു കോളേജ് ചെയർമാൻ P. കൃഷ്ണദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചത് ഇന്നലെ രാത്രി. ചോദ്യം ചെയ്യലിനു ശേഷം കൃഷ്ണദാസിനെ വിട്ടയച്ചത് ഹൈക്കോടതി നൽകിയ മുൻകൂർ ജാമ്യം നിലനിൽക്കുന്നതിനാൽ. അതേസമയം കൃഷ്ണദാസിന്റെ അറസ്റ്റ് പോലീസിന്റെ നാടകമാണെന്ന ആരോപണവുമായി ജിഷ്ണുവിന്റെ കുടുംബം. സംഭവത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് ജിഷ്ണുവിന്റെ അമ്മ മഹിജ ഉൾപ്പെടെ കുടുംബാംഗങ്ങളുടെ സമരം. മഹിജയ്ക്ക് നേരെയുള്ള പോലീസ് അതിക്രമത്തിൽ വ്യാപക പ്രതിഷേധം. വീണ്ടും നോട്ടില്ലാ കാലം. നോട്ട് നിരോധന കാലത്തെ ഓർമ്മിപ്പിക്കുന്ന കറൻസി ക്ഷാമത്തിൽ സംസ്ഥാനം. ട്രഷറികളിലും ATMകളിലും പണമില്ലാതായതോടെ സ്ഥിതി രൂക്ഷം. പകുതിയിലധികം ട്രഷറികളിലും ശമ്പള പെൻഷൻ വിതരണത്തിന് തടസ്സം. ഇന്നും പണം കിട്ടിയില്ലെങ്കിൽ സ്ഥിതി ഗുരുതരമാകുമെന്ന് മന്ത്രി തോമസ് ഐസക്. ശമ്പളവും പെൻഷനും നൽകാൻ പോലും വഴി കാണാതെ സംസ്ഥാനത്തെ 103 ട്രഷറികൾ. മൂവാറ്റുപുഴയിലെ ജില്ലാ ട്രഷറികളിൽ ഉൾപ്പെടെ 24 കേന്ദ്രങ്ങളിൽ ഇന്നലെ ചില്ലിക്കാശ് പോലും എത്തിയില്ല. പ്രതിസന്ധിക്കു കാരണം ട്രക്ക് സമരമെന്ന RBI. ആവശ്യമുള്ള പണം എത്തിക്കാൻ ഇന്നും കഴിയില്ലെന്ന് വിശദീകരണം. ട്രഷറികളിൽ എത്തുന്ന പണം ബാങ്കുകളിൽ അടയ്ക്കുന്നതിന് പകരം പെൻഷൻ വിതരണത്തിന് നീക്കിവയ്ക്കാൻ ഡയറക്ടറുടെ നിർദ്ദേശം. എന്നാൽ ശമ്പളം കൂടി നൽകാൻ ഇത് മതിയാകില്ലെന്ന് ട്രഷറി ജീവനക്കാർ. SBIയുടെ 3000-ഓളം ATMകളും കാലി. കറൻസി ക്ഷാമം മൂലം സംസ്ഥാനത്തെ 40 ലക്ഷത്തോളം പേർക്കുള്ള ക്ഷേമ പെൻഷനുകളും കുരുക്കിൽ. വിഷു, ഈസ്റ്റർ പ്രമാണിച്ച് 3 മാസത്തെ തുക ഒന്നിച്ചനുവദിച്ചെങ്കിലും ബാങ്കുകളിൽ പണമില്ലാത്തത് തടസ്സം. നോട്ട് ക്ഷാമത്തിന് ഉത്തരവാദി കേന്ദ്ര സർക്കാരാണെന്ന ആരോപണവുമായി മന്ത്രി ഐസക്. വിളിച്ചുവരുത്തിയ കുരുക്കിൽ. AK ശശീന്ദ്രനുമായി ബന്ധപ്പെട്ട ഫോൺ കോൾ വിവാദത്തിൽ ചാനൽ മേധാവി ഉൾപ്പെടെ 5 പേർ അറസ്റ്റിൽ. പ്രതികളിൽ 4 പേരെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു. ശശീന്ദ്രനെ കുടുക്കിയ ചാനൽ ലേഖിക ശാരീരിക അസ്വാസ്ഥ്യം കാരണം അവധിയിലെന്ന് വിശദീകരണം. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയ ചാനൽ പ്രവർത്തകരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇന്നലെ രാത്രി വൈകി. ഹൈടെക് സെൽ ശേഖരിച്ച ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതികളെ ഒരുമിച്ചും വെവ്വേറെയും ചോദ്യം ചെയ്യൽ. അറസ്റ്റിലായവരെ ക്രൈംബ്രാഞ്ച് ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അതിനിടെ മന്ത്രിയെ വിളിക്കാൻ ഉപയോഗിച്ച മൊബൈൽ ഫോണും ലാപ്ടോപ്പും മോഷണം പോയതായി കാണിച്ച് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ചാനൽ CEOയുടെ പരാതി. മോഷണകഥ കേസിൽ നിർണായക തെളിവാകുന്ന ഉപകരണങ്ങൾ ഒളിപ്പിക്കാനുള്ള തന്ത്രമെന്ന് ക്രൈംബ്രാഞ്ച് നിഗമനം. പൊളിക്കില്ല, ഏറ്റെടുക്കും. മൂന്നാർ കയ്യേറ്റത്തിൽ നയം വ്യക്തമാക്കിയ റവന്യൂ മന്ത്രി. അനധികൃത കെട്ടിടങ്ങൾ പൊളിക്കലല്ല സർക്കാർ നയം. കയ്യേറ്റ ഭൂമിയിൽ പണിത റിസോർട്ടുകൾ ഏറ്റെടുത്ത് മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. കയ്യേറ്റ ഭൂമി സർക്കാർ മുതലാക്കി മാറ്റുകയാണ് നയമെന്നും മന്ത്രി E. ചന്ദ്രശേഖരൻ. കയ്യേറ്റങ്ങൾ സംബന്ധിച്ച് റവന്യൂ സെക്രട്ടറിയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം കർശന നടപടി. ഭൂവിനിയോഗത്തിൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരും. അതേസമയം S. രാജേന്ദ്രൻ MLAയുടെ ഭൂമി സംബന്ധിച്ച അന്വേഷണം നടക്കുകയാണെന്നും അദ്ദേഹത്തിന്റെ പക്കലുള്ള പട്ടയത്തിന്റെ സാധുത പരിശോധിക്കുന്നതായും മന്ത്രി. അതിനിടെ മൂന്നാറിൽ വൈദ്യുതി ബോർഡിന് നഷ്ടമായ ഭൂമിയിൽ S. രാജേന്ദ്രൻ കൈവശം വച്ചിരിക്കുന്ന സ്ഥലവും ഉൾപ്പെട്ടതായി ആക്ഷേപം. അവകാശവാദം ഉന്നയിച്ച ദേവികുളം സബ് കളക്ടർക്ക് KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കത്ത്. തർക്കത്തിലും വാദത്തിലും മുറുകി മൂന്നാർ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ NCDC. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.